ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് ജയിലർ 2. Yes. ജയിലർ 2 സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു ഗ്ലിംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പോസ്റ്ററൊക്കെ പ്രതീക്ഷിച്ച് പറ്റിച്ചു. ഞാനും പോസ്റ്റർ വിചാരിച്ചേ, പക്ഷെ ഒരു 53 സെക്കൻഡ് വീഡിയോ അങ്ങ് ഇറക്കി വിട്ടു. എന്തായാലും കാണാം. സംഭവം ബഹുലമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. നീ കണ്ടോ? സത്യസന്ധമായി പറയണം, കണ്ടല്ലേ? ഞാൻ 2 തവണ കണ്ടു. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ കൊറേ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അത് ആരൊക്കെയാന്നുള്ളതൊക്കെ. അതായത് ഇത് നേരിട്ട് വാട്സപ്പിലും അല്ലാതെയൊക്കെ വീഡിയോ ആയിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളത് അറിയാതെ എടുത്ത് കണ്ടു. ഓപ്പൺ ആക്കി നോക്കി പോവല്ലോ. അതെ, അതാണ് സംഭവിച്ചത്. എന്തായാലും നമുക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു വേർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് രണ്ടാമത് കാണാം. ഇത് ഒറിജിനൽ സാധനം നമുക്ക് ആദ്യം കാണാം. ഓക്കെ. என்ன கொண்டுட்டு உன்னால நிம்மதி இருக்க முடியாது. என் பின்னாடி பெரிய ஒரு உலகம் இருக்கு ஜெயிலு. பெரிய நெட்வொர்க். யார் எப்போ வரும்னு உனக்கு தெரியாது. உன் வாழ்க்கை நடக்குமாயிடும். ഏതാ വെറൈറ്റി സാധനം? അപ്പം ദീപാവലി റിലീസ് ഒക്ടോബർ നവംബറിൽ. ശരിയാ, ദീപാവലിന്റെ ടൈം. ദീപാവലി റിലീസ് ആണോ? നവംബറിലാ ദീപാവലി. ഇത് ഒക്ടോബർ പൂജ. പൂജ. ഓം ചാപ്റ്റർ 1 പൂജ 15 അപ്പൊ മിക്കവാറും റിലീസ് മാറ്റുമായിരിക്കും അല്ലേ? അത് മാറ്റും, അല്ലെങ്കിൽ ബിഗ് ക്ലാഷ് ആകുമല്ലോ. അതായത് മമ്മൂക്ക vs ലാലേട്ടൻ. ലാലേട്ടൻ ഉണ്ടല്ലോ. രജനീകാന്ത് വന്നാലും അവിടെ ഭയങ്കര സീനല്ലേ? രജനീകാന്ത് vs ധനുഷ്. ഇവിടെ ലാലേട്ടൻ അവിടെ ഒരു പ്രധാന വേഷം പോയി ചെയ്യുന്നു. മമ്മൂക്കയും പ്രധാന വേഷം ചെയ്യുന്നു. അത് തമിഴ്നാട്ടില് 2 സിനിമ ക്ലാഷ് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കൊള്ളട്ടോ അവരോടി. നല്ല ക്ലാഷ്, നല്ല രസമുള്ള ക്ലാഷ്. ഇത് ജയിലർ 2 ആണ്. അതൊരു പ്രത്യേകതയാണ്. അതായത് ജയിലർ 2-ന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വലിപ്പമുണ്ട്. ഇനിയിപ്പം ഓം ചാപ്റ്റർ 2 വന്നാലും അതിന്റെ മുകളിലുള്ള ഒരു വലിപ്പം ഓൾറെഡി ഉണ്ട് അതിന്. എത്രയോ. കാരണം ആൾറെഡി വമ്പൻ ഹിറ്റായ സിനിമ, നല്ല കളക്ഷൻ നേടിയ സിനിമ, അതിന്റെ 2ാം ഭാഗം, പിന്നെ പല ഇൻഡസ്ട്രിയിലെയും വലിയ താരങ്ങൾ. അതെ. ലാലേട്ടൻ ഇതിൽ ചെറിയൊരു പോർഷനിൽ കണ്ടു. അത് ലാലേട്ടൻ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു. ലാലേട്ടനാണോ അത്? വാതിലിങ്ങനെ തുറക്കുന്നത് ലാലേട്ടനല്ലോ. ലാലേട്ടനാണ്. എന്തായാലും ഞാൻ അതിന്റെ എഡിറ്റ് ചെയ്തൊരു വേർഷൻ ഉണ്ട്, അത് നമുക്കൊന്ന് കാണാം. അത് സ്ലോ ആക്കി, ആ ഭാഗം സ്ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കാം. നന്നാവും. என்ன கொண்டுட்டு உன்னால நிம்மதி இருக்க முடியாது. விநாயகர். என் பின்னாடி பெரிய ஒரு உலகம் இருக்கு ஜெயிலு. பெரிய நெட்வொர்க். யார் எப்போ வரும்னு உனக்கு தெரியாது. உன் வாழ்க்கை நடக்குமாயிடும். ശിവരാജ്കുമാർ, വിദ്യാബാലൻ, സുരാജ് വെഞ്ഞാറമൂട്, മാത്യു. ഹക്കീം, കോട്ടയം നസീർ, സുനിൽ സുഗത. ഇത് നമ്മുടെ മഹേഷിന്റെ പ്രതികാരം. ഈ പ്ലേസ് മനസ്സിലായോ? നമ്മൾ കണ്ടൊരു സാധനം. ഇവിടെ മാപ്പിന് വരവുണ്ട്. അത് ഒരു 1.5 വരും. അതായത് ലാസ്റ്റ് രജനീകാന്തിനെ കാണിക്കുന്ന ഒരു ഏരിയ, അത് ഒരു എയർപോർട്ടാണ്. ആ എയർപോർട്ടിലുള്ള ഒരു സീന് കിടക്കും. പിന്നെ ഇതിൽ ഒരുപാട് മലയാളികളുണ്ട്. ഹക്കീം ഷാ, സുനിൽ സുഗത, കോട്ടയം നസീർ. പിന്നെ ഇതിലൊക്കെ ഇപ്പൊ കാണിച്ചതാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലും ഇല്ല. ലിച്ചി, രാജനുണ്ട്. പിന്നെ
വേറെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതില് ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ കണ്ണിന്റെ മാത്രം സുരാജിന്റെ, അത് ഗംഭീര സാധനമാണ്. സുരാജ് കിട്ടില്ല റോള് തന്നെ ആയിരിക്കും ഉറപ്പാ. ഉറപ്പല്ലേ? ഈ ഒരു 51 സെക്കൻഡ് ഈ വീഡിയോ അല്ലേ, ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരിക്കും അറിയാൻ പറ്റുമെന്നുള്ള അറിയില്ല, ഇത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആദ്യം തന്നെ വിനായകന്റെ ക്യാരക്ടർ പറഞ്ഞിരുന്ന സംഭവം എന്താ, ഫസ്റ്റിലെ സംഭവമാണ്, ഇതൊരു വലിയ നെറ്റ്വർക്കാണ്, എന്നെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല ഒരു വലിയ ഒരു സംബോധന, അതായത് ആരൊക്കെ എപ്പോ വരും പറയാൻ പറ്റില്ല. അത് ശരിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാവുന്ന ചില ഷോട്ടുകളാണ് പിന്നീട് കാണിക്കുന്നത്. ഇതിൽ നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാർ എന്താവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ, ഏത് വശമാണെന്നുള്ളത്. പക്ഷെ ലാലേട്ടൻ്റെ വശം എന്തായാലും ഇതിൽ നെഗറ്റീവ് ആയിരിക്കും. ലാലേട്ടന് ഞാൻ മറ്റൊരാളെയാണ് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹൃതിക്കിന്റെ കാര്യം ഇല്ലല്ല, ഹൃതിക് റോഷൻ എനിക്ക് തോന്നുന്നു പക്ക, അതായത് അടുത്ത പാർട്ടിലേക്കുള്ള വില്ലനായിരിക്കും. അതായത് ഈ അവസാനത്തേക്കൊക്കെ കാണിക്കൂലേ. ലാലേട്ടനെ എനിക്ക് തോന്നുന്നില്ല, അത്ര അങ്ങോട്ട് എനിക്ക് ഉറപ്പില്ല. മാത്യു അതായത് ജയിലർ ഫസ്റ്റില് വിനായകൻ ഇങ്ങനെ വട്ടിട്ട് കാണിക്കുന്ന സാധനം ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് പറഞ്ഞ ഡയലോഗ് എന്തറിയോ, ഇവനെ പോട്ടിടാൻ ഭയങ്കര ഈസി ആകാറില്ലേ. കാരണം അത് എനിക്ക് തോന്നിയ കാര്യമാണ്. ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ മെയിൻ സംഭവം മലയാളികൾ ഇതിൽ എന്തുകൊണ്ട് ഇത്രയും വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളികളാണ് ഇതിലെ വില്ലന്മാർ. അതാണ് ഇതിന്റെ നെറ്റ്വർക്ക്. മാത്യു, വിനായകൻ, സുരാജ് എന്താ മെയിൻ വില്ലനായിരിക്കും. അതുക്കും മേലെയുള്ള ക്യാരക്ടറായിട്ടാണ് ലാലേട്ടൻ വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു. പിന്നെ മറ്റേ സുനിൽ സുഗത, അങ്ങനെ കുറേ മലയാളികളുണ്ടല്ലോ. പിന്നെ വിഗ്രഹം എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് വെച്ച് വരുമ്പോൾ അതിൻ്റെതായ രീതിയിലേക്ക് കണക്ട് ചെയ്തതുകൊണ്ട് എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്കെപ്പോഴും ഞാൻ ഇങ്ങനെ കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഹൃതിക് റോഷന്റെ മാരക സാധനം. അതായത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സാധനം ഉണ്ടാവുമല്ലോ, അത് മിക്കവാറും ഹൃതിക് റോഷനിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ ജയിലർ ഫസ്റ്റില് നമുക്ക് ഏറ്റവും ഗൂസ് ബമ്പായിട്ട് കിട്ടിയിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ? ലാലേട്ടനും നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാറും നായകൻ്റെ ഫ്രണ്ട്സായിട്ട്, അതും വലിയ സൂപ്പർ സ്റ്റാറുകളാണല്ലോ, അതായത് ഇൻഡസ്ട്രിയിലെ വലിയ സൂപ്പർ സ്റ്റാറുകൾ, അവർ വന്ന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ആൾക്കൊരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ, അതായത് വില്ലൻ പക്ഷത്തിലേക്ക് മാറുന്ന സമയത്ത് അതുക്കും വലിയ ഒരു അതായത് സ്റ്റാർ വാല്യൂ വെച്ചിട്ട് പറയാം കേട്ടോ, ബോളിവുഡിൽ നിന്നൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവരുമ്പോൾ നായക പക്ഷത്തെ നിർത്താൻ സാധ്യതയുള്ളൂ. അവിടെ ആ ഒരു ഇത് വേണമല്ലോ. അതേപോലെ അതായത് നീ എനിക്ക് വലിയവനായിരുന്നു, എന്നാൽ നീ ഇങ്ങനെ ചെയ്താൽ അതുക്കും വലിയ ആള് മുത്തുവേൽ പാണ്ഡ്യൻ ഉണ്ട് എന്ന് കാണിക്കുന്ന ആളായിരിക്കും ഹൃതിക് റോഷൻ. മേ ബി അങ്ങനെ ആയിരിക്കാം. മാത്രല്ല ലാലേട്ടൻ ഇതിൽ ഇപ്പോഴും കാമിയോ തന്നെയാണ്, പ്രധാന വേഷമാണെങ്കിലും ഒരുപാട് സീൻ. അതിപ്പോ മമ്മൂക്കപ്പോ നമ്മുടെ ഓം ചാപ്റ്റർ 1 ചെയ്യുന്നില്ലേ, അതുപോലെ അല്ല. അതില്ല, അത്രയൊന്നുമില്ല. അതെ, അപ്പൊ എന്തായാലും ഇവരൊക്കെ ഡമ്മിയായിരിക്കും. അതായത് ഇപ്പൊ വിനായകനാണല്ലോ ജയിലർ ഫസ്റ്റിലെ മെയിൻ വില്ലൻ, അതുപോലത്തെ മെയിൻ വില്ലന്മാരായിരിക്കും ഇതിലൊക്കെ. അത് മുഴുനീളം ഇതിലെ മെയിൻ വില്ലനായിട്ട് എനിക്ക് തോന്നുന്നു സുരാജ് തന്നെയായിരിക്കും. സുരാജ്, അതാ പറഞ്ഞത്, സുരാജ്, മറ്റേ SJ സൂര്യ, ഇവരൊക്കെ ഉണ്ടാവും. ഇതിനെ ബന്ധിപ്പിക്കുന്ന ടീമിലെ ഏറ്റവും വലിയ ആളായിരിക്കും ചിലപ്പോൾ മാത്യു. അത് പക്ഷെ എപ്പോഴും എനിക്ക് ഇപ്പോഴും അതിനകത്തൊരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കാണിച്ചൊരു ക്യാരക്ടറിനെ ഇവരിപ്പം പെട്ടെന്ന് എടുത്ത് തിരിച്ച് മാറ്റുമോ എന്നുള്ളതാണ് എനിക്ക്. അതിനാണ് ആ ഫസ്റ്റ് വാചകം, അതായത് വിനായകനെ കൊണ്ട് അതിനെ പറയിപ്പിക്കുന്നത്. വിചാരിക്കുന്ന അതല്ല, അതിലൊരു ഡയലോഗ് ഉണ്ട്, അതായത് വിചാരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കൂല വരുന്നെന്നുള്ള സംഭവം. അങ്ങനെ ആ ഡയലോഗിന് അത്രത്തോളം പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒരു ഡീകോഡിങ് മാത്രാട്ടോ. അതല്ല, ഞാൻ അങ്ങനത്തെ ഡയലോഗ് ഉണ്ട്. ഇതൊക്കെ ഓക്കെ, ഇനിക്കോ അതാണ് അതിലെ ഏറ്റവും മെയിൻ. അല്ലാതെ മറ്റേ സാധനം അല്ല അത്. അതായത് ആരൊക്കെയാണ് അതെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത് അല്ല. ആര് ഏത് വില്ലന്മാർ ഏത് സമയത്ത് വരും എന്നുള്ളത് അറിയില്ല. അതിലെന്നെ ഉണ്ടല്ലോ സൂചന. അതിപ്പോ ഏത് വില്ലനാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കത് മനസ്സിലാവുന്ന അങ്ങനെയാണ്. അതായത് ആ ഒരു ഡയലോഗ് വെച്ച് ഇതിനെ അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കട്ടൊക്കെ ഫീൽ ചെയ്യുന്നു.
ലാലേട്ടനായിരിക്കും. അതുകൊണ്ട് തന്നെ അതത് നിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും എന്ന് കാണിക്കുന്ന ഒരു സാധനമാണല്ലോ. എന്താണ് ജയിലറിന്റെ ഫസ്റ്റ് ഭാഗം? ജയിലർ ഫസ്റ്റ് എന്താ സ്വന്തം മകനല്ലേ വില്ലനായിട്ട്? അപ്പൊ സുഹൃത്താകുമ്പോൾ ആകുന്നില്ല എന്താ അത്ര ഇത്? അതായത് അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ഡോക്ടർ ശിവരാജകുമാറിനെ അങ്ങനെയല്ല വെച്ചിട്ടുള്ളത്. ഓക്കെ. എന്നാൽ ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ ഭയങ്കര ആദ്യം തന്നെ ബ്രൂട്ടലായിട്ടുള്ള ഒരു സീന് കാണിച്ചിട്ടാണ് ആളെ കാണിക്കുന്നത്. ആൾക്ക് പ്രത്യേക ഒരു 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 പ്രത്യേക ഒരു വില്ലനിസത്തിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. അതൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഈ അങ്ങനെ അത്രയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഇത് കാണിച്ചിട്ട് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോയി നെഗറ്റീവ് ആക്കുമോ എന്നുള്ളൊരു സംശയമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. മേ ബി പറഞ്ഞേക്കാം. കാരണം മലയാളികളെ ഈ രീതിയിൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് പറയുമ്പോൾ മലയാള കണക്ഷൻ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. മലയാളത്തിൽ അത് കേരളത്തിൽ ഒരുപാട് ഷൂട്ടുണ്ട്. അതുണ്ടായിരുന്നു. കേരളത്തിന്റെ കണക്ഷൻ എന്തായാലും ഉണ്ടല്ലോ ഓൾറെഡി. ഇപ്പൊ ഈ സുരാജ് ആണെങ്കിലും അങ്ങനെ എല്ലാ താരങ്ങളും നോക്കുമ്പോഴും പക്ഷെ ആ വേൾഡ് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോണ്. കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യും ഇവര്. അത് കേരളത്തിലുള്ള ഭാഗങ്ങളും സംഭവങ്ങളും ഒക്കെ കാണിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് നെൽസൺ യൂസ് ചെയ്യും. കാരണം അതിലെ മലയാളം ഡയലോഗും കാര്യങ്ങളും ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. മലയാള സോങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് ചെയ്യുന്നിടത്ത്. അപ്പൊ ഈ സാധനത്തിന്റെ പഞ്ച് അത് ആ മലയാളത്തിലേക്കുള്ള പറിച്ചു നടലിന്റെ ഭാഗമാണ്. അത് നല്ലൊരു ഓപ്ഷൻ കിട്ടുകയാണല്ലോ. അതൊക്കെ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയി വമ്പൻ ഹിറ്റായ സാധനം തീർച്ചയായും ഇവിടെ യൂസ് ചെയ്ത് അതിന്റെ മെയിൻ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റും. എന്താണെങ്കിലും സിനിമ വരെ ടെക്ടോർ മാരേജിന് വരുമല്ലോ. അപ്പൊ ഇനി അറിയാം ബാക്കി കാര്യങ്ങൾ. ആ ഒരു ഭാഗത്തോട്ട് പക്ഷെ തൊടൂല, വില്ലന് തൊടൂല ഈ സീസണിൽ. അല്ല ഈ 2-ല് തൊടൂല. മെയിൻ ആയിട്ട് 3-ലേക്കാണ് വരും. അത് അടുത്ത ഭാഗത്തിനുള്ള സാധനം എന്തായാലും ഉണ്ടാവും. അത് ഷുവറാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യം. കാരണം ആ ഒരു ഡയലോഗ് തന്നെ അതിലുണ്ട്. ഏത് സമയത്ത് ഓരോ ഓരോരുത്തരെ കൊണ്ടുവന്നാൽ മതി. അത് ഓരോ ടൈമിലും കഥയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും സിനിമ 1, 2, 3 ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ കണ്ടെയ്നർ ലാസ്റ്റ് പിടിക്കുന്നുണ്ട് സീൻ ഉണ്ടല്ലോ ജയിലറില്. അത് ആക്ച്വലി അത് പിടിച്ചത് രജനീകാന്തിന് വേണ്ടി തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. അതിപ്പോ ശിവരാജകുമാറിന്റെ സാധനങ്ങൾ പോലും കുറെ വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പേഴ്സൺസ് ഉണ്ട്, വ്യക്തികള്. അതായത് മറ്റേ മുത്തുവാൽ പാണ്ഡ്യനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സാധ്യത ഉണ്ടായിരുന്നു അവിടെ. ഏത് സ്വന്തം അതായത് വില്ലനാണോ നായകനാണോ നിന്റെ കൂടെ ഉള്ളതാണെന്ന് അറിയാതെ ആ ആളെയാണോ സംരക്ഷിക്കാൻ അങ്ങോട്ട് വിട്ടത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ക്യാരക്ടറൈസേഷൻ പ്രശ്നം വരുന്നുണ്ട്. ഈ ക്യാരക്ടർ അവിടെ വരുന്നത് ആളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഉറപ്പ് വരുന്ന രീതിയൊന്നല്ല. അത് അങ്ങനെ കാണിക്കുന്നില്ലല്ലോ. മറ്റേത് നേരെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ കണക്ഷൻ ഉണ്ട് അവർക്ക്. ഡയറക്റ്റ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. അത് പാരലായിട്ട് ആ സ്ഥലത്ത് വെച്ചു പ്ലേസ് ചെയ്തെന്നുള്ളൂ. ആ സീൻ അവിടെ പ്ലേസ് ചെയ്തെന്നുള്ളൂ. നേരിട്ട് കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ രജനീകാന്തിന്റെ കൂടെയുള്ള ആള് ആ ടൈമിൽ അവിടെ ഇല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ആള് കൂടെ നിന്ന് ഇത് ചെയ്യുന്ന രീതിയിലാണല്ലോ കാണിക്കുന്നത്. സ്വന്തം മകനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായും അതേ കണ്ടന്റ് അതേ. അങ്ങനെ വരുമ്പോ അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ശിവരാജകുമാറിന്റെ കാര്യത്തിലും അങ്ങനെ വരൂലേ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത് ചെയ്തിട്ടുള്ളത്. അതാ ഞാൻ മേ ബി അങ്ങനെ ആക്കാം. പക്ഷെ അതിന്റെ സാധ്യത ഇപ്പൊ ഒരു റൈറ്ററിന്റെ രീതിയിൽ അത് ചിന്തിക്കുമ്പോൾ ഇതിന്റെ സാധ്യത ഏറ്റവും കുറയുന്നത് അവിടെയാണ്. അതായത് എല്ലാത്തിനും ഇപ്പോൾ ഇന്റർവെൽ പഞ്ച് ഉണ്ടല്ലോ, അതിന് സഹായിച്ചത് അത് ഇതിലെ ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള സീനായിരുന്നു. അപ്പോൾ അത് ആള് ഫേക്ക് ആയിരുന്നെങ്കിൽ ആള് ആ ചെയ്യുന്ന സഹായം ആ സിനിമയിലെ ഇതിനെ ചോദ്യം ചെയ്യും. ഇപ്പൊ ദൃശ്യം 3 വന്നപ്പോൾ ദൃശ്യം 3-ൽ ദൃശ്യം 2-ൽ നടന്നെല്ലാം നടന്നിരുന്നു എന്ന് ആയപ്പോൾ നമുക്ക് കുറെ ചോദ്യങ്ങളുണ്ട് ദൃശ്യം 2-നെ കുറിച്ച് തന്നെ. അതുപോലെ ഇവിടെ അങ്ങനെ ചോദ്യം വരാത്തൊരവസ്ഥ വരും. അതായത് ഇപ്പൊ നമ്മുടെ ഡോക്ടർ ശിവരാജകുമാർ നേരിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ഭാര്യയും മരുമകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു വില്ലനായിട്ടുള്ള ഒരാൾ ആ സമയത്ത് മാറിയില്ല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചോദ്യം വരും. ഇവിടെ ആ ചോദ്യം വരുന്നില്ല. കാരണം നേരിട്ടുള്ള കണക്ഷൻ ആകെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധ്യത ഉള്ളത് നമ്മളിപ്പോ അന്ന് ഇവരത് ചിന്തിച്ചിട്ടായിരിക്കില്ല ചെയ്യാ. ഈ പിന്നീട് രണ്ടാമത്തേന് ചാൻസ് കിട്ടുകയാണിപ്പോ നമ്മള് ആ ക്യാരക്ടറിനെ അവിടെ എടുക്കാനാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്. അത് നമ്മുടെ ഒരു ഡീകോഡിങ് വെച്ച് നോക്കുമ്പോ അതൊക്കെ ഓക്കെയാണ്. ഇനി അവര് ചെയ്തു വെച്ചിരിക്കുന്ന നമുക്ക് അറിഞ്ഞൂടാ. അതാദ്യം മനസ്സിലാക്കണം. അത് പറയുന്നത് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് ഇതാണെന്നല്ല പറയുന്നത്. മേ ബി അങ്ങനെ ആയേക്കാം, അത്രേ ഉള്ളൂ.
എന്താണെങ്കിലും സംഭവം കിടക്കിയിട്ടുണ്ട് ഒക്ടോബർ 15-ന്. അപ്പൊ തിയേറ്ററിൽ പാക്കലാം. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട്, മറ്റുള്ള വിശേഷമല്ല, സിനിമയ്ക്ക് പോവാണ്. ബൈ. 2 സിനിമ. യെസ്. ആൽഫ ഗട്ട ഗുസ്തി 2.